അപ്പോൾ സാർ നമ്മുടെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ നായകന് പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് പുള്ളിയുടെ കൊച്ചിന് അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ കൊച്ചിനെ ഇങ്ങനത്തെ ഒരു അസുഖമെന്ന് അറിയുന്ന ഉടനെ തന്നെ പുള്ളിക്കാരൻ അറിയുന്ന ഡോക്ടേഴ്സിനെയും ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കും. പുള്ളിക്കാരൻ റീസേർച്ച് ചെയ്യും ഇതിൻ്റെ ഒരു എക്സ്ട്രീം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷേ പുള്ളിക്കാരൻ്റെ കയ്യിൽ പൈസ ഇല്ല, ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല. പുള്ളിയുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കളുടെ അടുത്തും ഏറ്റവും അടുത്തുള്ള ബന്ധുക്കളുടെ അടുത്തും പുള്ളി ഒരു വഴി തേടി ചെല്ലുകയാണ്. ഈ OP17 അങ്ങോട്ട് പോയിട്ട് വലത്തോട്ട് അവിടെ പലരും പുള്ളിക്ക് പല വഴികൾ പറഞ്ഞു. പക്ഷേ അയാൾ എത്തിപ്പെട്ട എല്ലായിടത്തും തിരക്കും തിക്കും തള്ളും ആകെ മൊത്തം ബഹളമായിരുന്നു. അങ്ങനെ പുള്ളി അവസാനം പുള്ളി ബാങ്കിൽ പോയി ചോദിക്കുകയാണ്. ബാങ്കിൽ പോയി ചോദിക്കുമ്പോഴും അവർ തയ്യാറാവുന്നില്ല. പക്ഷെ പുള്ളി ഗിവ് അപ്പ് ചെയ്യുന്നില്ല സാറേ. ഒരു അച്ഛനാണല്ലോ, പുള്ളി ഇങ്ങനെ കഷ്ടപ്പെട്ട് തിക്കും തള്ളൊക്കെ സഹിച്ച് അവസാനം ഒരിടത്ത് എത്തിപ്പെടുകയാണ്. 62 നോക്കട്ടെ. സാറിന്റെ അടുത്തിരുന്നോ. സാറേ ഇരിക്കേ. ഐ ഓപ്പറേഷന്റെ ഫിറ്റ്നസിന് വേണ്ടിയാണോ? പിന്നെ ഈ ടെസ്റ്റ് ഒക്കെ ചെയ്യണേ. വൈകിട്ട് റിസൾട്ട് ഇവിടെ കൊണ്ട് കാണിച്ചോ. എടുത്തിട്ട് ഇവിടെ വന്നാൽ മതി. അവസാനം പൈസ ശരിയായെങ്കിലും പുള്ളിക്ക് ആരോട് എന്ത് ചോദിക്കണം എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഏത് വഴിയിലൂടെ പോകണമെന്ന് ചിന്തിച്ച് നിൽക്കവേ നമ്മുടെ നായകൻ ഒരു ഉൾവിളി വരികയാണ് സാർ. ആ ഒരു പോയിന്റിൽ വെച്ച് അയാളൊരു വളരെ എക്സ്ട്രീം ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുകയാണ്. അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിച്ചു നോക്കിയിട്ട് ഒരു കാലെടുത്ത് വയ്ക്കുകയാണ്. ആ ഡോർ അടയ്ക്കുന്ന ആ ഒരു പോയിന്റിൽ നമ്മൾ കട്ട് ബ്ലാക്ക് ദി എൻഡ്. പിന്നെ അതിനുശേഷം ക്രെഡിറ്റ്സ് റോൾ ചെയ്യണം സാർ. പൊളിച്ച് അടിപൊളിയായിട്ടുണ്ട്. സബ്ജക്റ്റ് ഒക്കെ കൊള്ളാം. അതെ സാർ, ഇത് വളരെ റെയർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ സബ്ജക്റ്റ്. നല്ല ഫ്രഷ് സാർ. ഫ്രഷ് ആണോ അല്ലേ എന്നൊക്കെ ശ്രീശൻ അറിയാം. അത് നിങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് വളരെ നിർബന്ധമാണ്. ഉദാഹരണത്തിന് സംഗീതം. സംഗീതം മഹാസാഗരമാണ്. അപ്പോൾ ആ സംഗീതം നമ്മുടെ സിനിമയിൽ നിറഞ്ഞു നിൽക്കണം. പ്രത്യേകിച്ച് ശുഭ്രധന്യാസി രാഗം. ശുഭ്രധന്യാസി കേട്ടിട്ടില്ലേ? ശുഭ്രധന്യാസി രാഗത്തിലുള്ള ഗാനങ്ങളായിരിക്കണം നമ്മുടെ സിനിമയിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. പിന്നെ നമ്മുടെ ഈ കഥയിലെ നായകൻ ജീവിത ലക്ഷ്യമില്ലാതെ സ്വന്തം കടമകൾ മറന്ന് ഈ അവസ്ഥയിലേക്ക് വിധി വലിച്ചെറിഞ്ഞ ഒരു പാവം മനുഷ്യൻ. എ പുവർ മാൻ. അത് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഒരു ആർട്ടിസ്റ്റാണ്. അതെ സാർ, അത് വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് ഒരു കുഴപ്പമില്ല. അതിന് ആദ്യം നമ്മൾ ഈ സിനിമ ചെയ്താൽ ഇത് വിൽക്കാൻ പറ്റുന്ന ഒരു നല്ല ആർട്ടിസ്റ്റിനെ കണ്ടുപിടിച്ച് ഈ കഥ പറയണം. എന്നിട്ട് വാ ചെയ്യാം. പക്ഷെ ഒരു പ്രൊഡ്യൂസറിന്റെ ബാക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞേ സാറിന്റെ റൂട്ടിൽ കൂടെ അങ്ങ് പോവാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പത്തിൽ ഫാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോ നിങ്ങൾക്ക് അതിനുള്ള കോണ്ടാക്ട്സ് ഇല്ല അല്ലേ? എന്ത് ചെയ്യും? ഇതൊന്ന് കാണിക്കണം. അങ്ങോട്ട് പോയാ മതി. അല്ല, എന്നെ കാലത്ത് നോക്കിയത് വേറൊരു സാറായിരുന്നു. നിങ്ങൾ ആദ്യം ഇരിക്കേ, എന്നിട്ട് പെട്ടെന്ന് കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാനിവിടെ നിന്നോളാം. ഏതെങ്കിലും സാറന്മാര് ഫ്രീ ആകും. അതെ, ഇദ്ദേഹത്തെ രാവിലെ നോക്കിയതാരാ? മാഡം, ഈ സാറായിരുന്നു. കണ്ടല്ലോ, സമാധാനായില്ലേ? ഇരിക്കേ, ആ പേപ്പർ ഇങ്ങിതാ. ഫിറ്റ്നസിനാണല്ലേ? ഷുഗർ 390 ഉണ്ട്. ഷുഗർ കുറയാതെ ഫിറ്റ്നസ് വരാൻ പറ്റത്തില്ല. ഈ ഷുഗർ ഒന്നും ഒരു കുഴപ്പമില്ല. എനിക്ക് എന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ നടത്തണം. അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ആദ്യം ഷുഗർ കുറയണം. ഷുഗർ കുറയാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. 200 താഴെയെങ്കിലും കുറഞ്ഞിട്ട് വന്നാൽ ഞാൻ ഫിറ്റ്നസ് തരാം. കുഴപ്പമില്ലെന്നേ. 2 ആഴ്ചക്ക് മുമ്പ് മുറിഞ്ഞതാ. ഇപ്പൊ കരിഞ്ഞിരിക്കുന്നു. എനിക്കിതൊന്നും കാണണ്ട. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഷുഗർ കുറയാതെ തരാൻ പറ്റത്തില്ല എനിക്ക് ഫിറ്റ്നസ്. നിക്ക് അങ്ങനെ തീരുമാനം എടുക്കാൻ വരട്ടെ. ഇവിടെ വേറെ വല്ല ആൺ ഡോക്ടർമാരുടെയും കൂടെ അഭിപ്രായം എടുക്കുക. നിങ്ങൾക്ക് തെറ്റുപറ്റിയതാകാമല്ലോ. അതെ, തെറ്റൊന്നും പറ്റിയില്ല. ഷുഗർ നോർമൽ ആവാണ്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. അല്ല, ഒന്നുകൂടെ നോക്കിയിട്ട് പോരെ.
ആദ്യം പുറത്തു പോയി ഷുഗർ കുറച്ചിട്ട് വാ, എന്നിട്ട് തരാം സർട്ടിഫിക്കറ്റ്. ഇയാളെ കൊണ്ട് കൂട്ടി കൂടുന്നു തോന്നില്ലടാ. എടാ അതിന് നമ്മളൊരു ആർട്ടിസ്റ്റിന് ഡേറ്റ് ഒപ്പിച്ചാൽ പോരെ? അതിന് ഞാൻ തന്നെ പൈസ ഉണ്ടാക്കണ്ടേ? ഇവന്മാര് പ്രൊഡ്യൂസറായി സംസാരിക്കുന്ന ഡേറ്റ് അല്ലെന്ന് ചേട്ടൻ അറിയാം. ഞാൻ പറയട്ടെ. രാവിലെ തന്നെ ഇറങ്ങിക്കോളും. എടാ അതിന് നീ ഒന്ന് സമാധാനപ്പെടും. ഷർട്ടും കൂടിയൊക്കെ തൊട്ടും പ്രൊഡ്യൂസറാണോ? പ്രൊഡ്യൂസർ 10 വെച്ചിട്ട് ഇവര് വല്ല ചുമ്മാ മനുഷ്യന്റെ സമയം കളയാണ്ട് ഇറങ്ങിക്കോളൂ വരും നമ്മൾ. എന്താ ഉള്ളതല്ലേ? എടാ നീ അത് വിട്, വേറൊരാളുണ്ട്, നമുക്ക് അയാളോട് സംസാരിക്കാം. ബാ ഇതാ വന്ന് വണ്ടി കയറ. സരോജം, ഇതിന് ചൂടില്ലല്ലോ, എങ്ങനെയാ ഇത് കഴിക്കുക? ഞാനൊരു ജോലി എടുക്കുക. അച്ഛന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഒന്ന് നോക്കിയേ. അതൊന്നും എടുക്കല്ലേ, നീ അങ്ങോട്ട് കൊണ്ടുകൊടുത്തു. സരോജം, ഞാൻ ഈ തോരൻ ചൂടാക്കി തരാൻ നിന്നോടല്ലേ പറഞ്ഞത്? വേറെ ആരെയെങ്കിലും ചെയ്യാൻ ഏൽപ്പിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. എനിക്കത് ഇഷ്ടമല്ലെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. എനിക്ക് താല്പര്യമുള്ളവര് എന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി, അല്ലാത്തവരിവിടെ എന്റെ ഒരു കാര്യം നോക്കണ്ട. നീ ആ ചോറെടുത്ത് വല്ല പട്ടിക ഇട്ടു കൊടുക്ക. ഇതുകൊണ്ട് അങ്ങേരുടെ പെങ്ങൾ പോലും ഇയാളോട് മിണ്ടാത്തത്. മോൾ ഇത് കാര്യാക്കണ്ട, ഇത് പോകെ പോകെ നമുക്ക് ശരിയാക്കി എടുക്കാം. എന്താ? അല്ല, ഞാൻ വെറുതെ അങ്ങനെ ഇപ്പൊ വെറുതെ നിക്കണ്ട, എന്തെങ്കിലും വാങ്ങണേ വാങ്ങിട്ട് പോവണ്ട. ഞാനിവിടെ ഇച്ചിരി നേരം നിന്നെന്ന് വെച്ച ആകാശം നോക്കി കണ്ടൊക്കെ സംസാരിച്ചോളണം. നോക്കിയും കണ്ടും ഒക്കെ തന്നെ അടി സംസാരിക്കുന്നത്. നീ എന്തിനിങ്ങനെ കിടന്ന് തിളയ്ക്കണത്? ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. കുറെ നാളുകളായി ഇത് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ, ഒന്ന് തന്നൂടെ? ചേച്ചി ഒരു പാക്കറ്റ് മാവ്. ആ, അച്ഛനോടെ ഉണ്ടായിരുന്ന മാവ് വാങ്ങിച്ചോ? ആ ആ, പിടി. എന്തിനാ ഒരു കവർ മാവിങ്ങെടുത്തേ. എത്ര നേരമായി ഇവിടെ നോക്കി നിൽക്കുന്നു. പോയിട്ട് ഒരുപാട് ജോലിയുള്ളതാ. ആ, വേഗമാട്ടെ. ബാബുനെ ഞാൻ പിടിക്കണോ? വേണ്ട വേണ്ട, നീ വാ. മോനെ റാമേ, ആ മാമി. നിന്റെ അച്ഛനെ ബാലൻസ് എടുക്കാൻ മറന്നുപോയി. താങ്ക് യു. എന്തിരച്ചത് ഭയങ്കര ആർമിയാണ്. എന്തായിരുന്നു പോയിട്ട്? ഓ, അത് വലിയ ഗുണമൊന്നുമില്ലടാ. അവരവസാനം ഷുഗർ പ്രശ്നമാണെന്ന് പറഞ്ഞു വിട്ടു. അത് ശരിയാക്കിയിട്ട് വരാൻ പറഞ്ഞു. ആ, നീ പോയ കാര്യം എന്തായി? സ്ഥിരം കഥ തന്നെ, പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല, ഷുഗറിന്റെ കാര്യം എന്താ പറഞ്ഞു? അവർ പറഞ്ഞത് പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയി കാണിച്ച് ആരെയും കാണിച്ച് ഷുഗർ 200 താഴെയാക്കി കൊണ്ടിയല്ല. ആ ഡോക്ടർ ഒരു പെണ്ണായതുകൊണ്ടാണ്. ആണായിരുന്നെങ്കിലേ ഇതങ്ങ് ശരിയായി പോയെന്ന്. അച്ഛാ, ഷുഗർ ഒരു പ്രശ്നമാണ്. അതിപ്പോൾ ആണാണേലും പെണ്ണാണേലും അങ്ങനെയൊക്കെ തന്നെയാണ്. പുറത്ത് കാണിക്കാനാണോ പറഞ്ഞത്? ആ, പുറത്ത് കാണിക്കാനാ പറഞ്ഞത്. അതേതായാലും നടക്കൂല. അതെന്തിപ്പോൾ നടക്കാത്ത? അതെന്താ നടക്കാത്തതെന്ന് നിനക്ക് അറിഞ്ഞൂടെ? എടാ, ഞാൻ ആ വീടിന്റെ മുകളിൽ മുറിയൊക്കെ കെട്ടിയിട്ട് നിന്നെ ഒരുത്തരെ വിശ്വസിച്ചിട്ടാ. നീ നിന്റെ തൊഴിലിൽ മേളിലേക്ക് വരും, കുറെ കാശുണ്ടാക്കും. ആ പൈസ നിനക്ക് അടച്ചു തീർക്കാവുന്ന ഞാൻ കരുതിയത്. നിന്റെ തൊഴിൽ നീ മേലെ വന്നതുമില്ല, പൈസ ഉണ്ടാക്കിയതുമില്ല. ഞാൻ മൊത്തം കടത്തിലുമായി. അല്ലെങ്കിൽ ഇതെല്ലാം എപ്പോഴേ ഞാൻ പ്രൈവറ്റിൽ കൊണ്ടുപോയി ചെയ്തേനെ. എനിക്ക് എന്റെ പെൻഷൻ ഇല്ലേ? അതിന് ഞാൻ പരിശ്രമിക്കുന്നുണ്ടല്ലോ. ആ, പരിശ്രമം മാത്രമല്ലേ ഉള്ളൂ.
അതാ ഞാനും പറഞ്ഞു. എടാ, ഒരാള് ജീവിതത്തിൽ അവന്റെ തൊഴില് മേലെ വരണം, അല്ലെങ്കിൽ ഒരു കല്യാണം കൊണ്ട് സെറ്റിലാകണം. നീ എന്താടാ ചെയ്തത്? തൊഴിലിൽ നീ മേലെ വന്നതുമില്ല, എന്റെ മൊത്തം കണക്കൂട്ടല് തെറ്റിച്ച് നീ ഒരുത്തി അവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ടല്ലോ. എടാ, ഒരു പെണ്ണ് വീട്ടിൽ കയറി വരുമ്പോ അവിടെ അല്പം കാശുണ്ടാകണം. അത് സ്വർണമായിട്ടായാലും മതി. പക്ഷെ നിന്റെ പെണ്ണ് എന്താടാ കൊണ്ടുവന്നത്? ഇതൊരു ധർമ്മ കല്യാണമായിരുന്നല്ലോ. നീ അവിടെ തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാം എളുപ്പമാക്കി കൊടുത്തു. എടാ, അവരെന്നോട് വാക്ക് പറഞ്ഞ 15 പവന്റെ സ്വർണം പോലും ആ പെണ്ണിന്റെ ഇല്ല. ഈ ഒരു വകയുമില്ലാത്ത നീ എന്റെ കണ്ണിന്റെ കാര്യം ശരിയാക്കൂ. ഒന്ന് പോടാ. അച്ഛാ, അച്ഛൻ്റെ ഷുഗർ കുറയ്ക്കുന്നതിൻ്റെ ചിലവ് ഞാൻ നോക്കിയോളാം. അതുപോലെ